ഇനി അവിടെ കുറച്ച് പൂ കൂടി ഉള്ളച്ചാമ ബാക്കി ഞാൻ അങ്ങ് പറിച്ചു. ഇനി ഇച്ചിരി അരളിപ്പൂവും കൂടി പറിക്കണം. ഓ, ഞാൻ നട്ട് പിടിപ്പിച്ചത് കാരണം ഇപ്പൊ അത്തക്കളിടാനുള്ള പൂവായി. ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പറഞ്ഞാൽ ഒഴിക്കുകയല്ല. പിന്നെ ഈ മഴക്കാലത്തേക്ക് നട്ടപ്പുരാന്താണല്ലോ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അച്ചാമ്മനായിട്ട് ഞാൻ പറഞ്ഞല്ലേ പരിപ്പ് പായസം ഉണ്ടാക്കണമെന്ന്. അല്ല, നീ തന്നെയല്ലേ പറഞ്ഞ സേമിയ പായസം വെക്കാൻ. പരിപ്പും കൂടെ വെക്കാൻ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഞാൻ 56 പായസം ഉണ്ടാക്കാൻ പോകും. അവിടെ അമ്മൂന്റെ അമ്മ 8 കൂട്ടം കറിയും 2 കൂട്ടം പായസം ഉണ്ടാക്കിയെന്ന് അമ്മു പറഞ്ഞു. അവിടെ കൊണ്ടുവരും അമ്മൂന്റെ അമ്മയും 8 കൂട്ടം കറിയല്ലേ ആയിരിക്കും. 8 പേർക്ക് തിന്നാനുള്ള കറി ഉണ്ടാക്കിയെന്നായിരിക്കും. ഞാൻ എന്നാലേ അരളിപ്പൂ പറിച്ചിട്ട് വരാം. അമ്മു അമ്പലത്തിട്ടൊരു ധാവണി കണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നല്ലേ. ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അമ്മു, നീ അമ്പലത്തിൽ കിടന്ന് കറങ്ങണ ഞാൻ കണ്ടായിരുന്നു. ചേച്ചി അതുവഴി കറങ്ങി നടക്കണ ഞാൻ കണ്ടായിരുന്നു. രസം, നല്ല രസമുണ്ടല്ലോ. എന്ത് ചെയ്യാൻ ചേച്ചി. വാ, ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ പറിക്കാം. വൈകുന്നേരം വരികയല്ലേ? പിന്നെ വരൂല്ലേ. നമുക്ക് തിരക്കാനേക്കാളും മുന്നേ പോകാം. അമ്മുവിന്റെ അമ്മ 10 കൂട്ടം കറിയും 3-4 സൈസ് പായസമൊക്കെ വെച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു. അവിടെ 2-3 കുട്ടി. ഓ, പിന്നെ ഓണത്തിന് ഓമനാമ്മയുടെ പായസം കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു രസമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകും. അതാണ്. പൊങ്ങി ഇടി. നമുക്കേ ഇത് അടർത്തിയെടുക്കാം. ഈ ബന്ധിപ്പ് ഇവിടെ ഉണ്ടായതല്ലേ ചേച്ചി? ഞാൻ നട്ട് വളർത്തിയതാ. അതെനിക്കറിയാം. എന്തോരം സമ്മാനം വാങ്ങിച്ചു കൂട്ടിട്ടുള്ളതെന്ന് അറിയാവോ? ആര്? ഞാനെത്തി. അച്ചാമായിരുന്നോ? ഞാനോർത്ത് മാവേലിയായിരിക്കും. എന്റെ അടുക്കളയിലെ പണി കഴിഞ്ഞ് ഞാൻ എത്തിയെന്നാ പറഞ്ഞു. അടുക്കളയിലെ പണി കഴിഞ്ഞ് ഇവിടെ പണിയുടെ അടുത്തു. അമ്മു, ഈ റെഡ് പൂവല്ലാവില്ലേ, ഈ ഇതുപോലത്തെ സ്ഥലത്തിടണം കേട്ടോ. അപ്പൊ ഞാനാ? അച്ചാമ്മ ഒന്നും ചെയ്യണ്ട. അച്ചാമ്മ തെരഞ്ഞു തന്നാ മതിയാക്കണം. കഴിഞ്ഞ തവണ അച്ചാമ്മയാണ് മറ്റേ പൂക്കളെ നശിപ്പിച്ചോളാം. ഞാനാ? ഞാൻ അവസാനാണല്ലോ ഒന്നും തൊട്ടത്. അവസാനം തൊട്ടില്ലേ, അപ്പോഴാണ് അതിന്റെ ഭംഗി പോയത്. ഓ, അല്ലെങ്കിൽ ഭയങ്കര ഭംഗിയായിരുന്നു. ഞാൻ തൊട്ടത് കൊണ്ടാ ഭയങ്കര ഭംഗി.
നക്ഷത്രമീനെ പോലെ ഉണ്ട്. കൊള്ളാല്ലേടി. ദേച്ചാമ്മ അത്തക്കളത്തിന്റെ പണി കഴിഞ്ഞ് ക്ലീൻ ചെയ്തിടുക. ഇത് പൊന്നോ, ഞാൻ തൊടണില്ലേ. ഞാൻ തൊട്ടിട്ട് ഇതിൻ്റെ കോലം കെട്ടൊന്നും വേണ്ട. ഇത് ക്ലീൻ ചെയ്തിട്ട് വരാമെങ്കിൽ ചോറ് തരാം. എനിക്ക് ചോറും സാമ്പാറും കടുപ്പിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കടുപ്പിൽ കൊള്ളാല്ലേ. പിന്നെ സൂപ്പർ അല്ലേ. നമുക്കൊരു 4 മണിയാകുമ്പോ തന്നെ പോണം കേട്ടോ. ആളുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വള്ളംകളി കാണാൻ പറ്റിയല്ല അല്ലേ? അല്ലെങ്കിൽ പിന്നെ നല്ല തിരക്കായിരിക്കും. ഇത് എന്ത് ചെയ്യണം, പോകണ്ടേ? എടി അവിടെ വലിച്ചു പിടിയടി. ഇത്തിരി കൂടെ. ആ ഓക്കെ ആയില്ലേ? ഇതെന്താണ് ഇത്? നമ്മളെന്തായാലും വള്ളംകളി കാണാൻ പോണേല്ലേ. അവിടെ കുറെ ആൾക്കാരുണ്ടാവും കാണണ്ട. നമുക്ക് വെള്ളം കളിച്ചാലാ? ഇവിടെ നല്ല രസം കൂടി. അച്ചാമ്മ അവിടെ ചെന്ന് കഴിയുമ്പോ പോരാന്ന് പറഞ്ഞ് ധൃതി വെക്കരുത് കേട്ടോ. അച്ചാമ്മ വേണേ പോന്നു. ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ടേ പോരും കേട്ടോ. അത് വേണ്ട. അച്ചാമ്മനെ എറി. ഇനി എന്നെ മുക്ക് മര്യാദക്ക് ഇരിക്കാം. ഞാനെങ്ങനെങ്കിലും പതിച്ച് കയറിപ്പോകും കേട്ടോ. കൈയും കാലോട്ട് അടിക്കും. നല്ല രസമുണ്ടല്ലേ എടി.